മമ്മൂക്ക ഇപ്പോൾ ടർബോയിലാണ് അഭിനയിച്ചു വരുന്നത്. ഫെബ്രുവരി പകുതിയോടുകൂടെ മമ്മൂക്കിൻ്റെ പോർഷൻസും കാര്യങ്ങളെല്ലാം തീരും. ഒരുപാട് നാളായിട്ടുണ്ട് ടർബോ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ട് 120 ദിവസത്തിൻ്റെ മുകളിലാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോകുമെന്ന് വ്യക്തമായിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിൻ്റെ മുന്നേ തന്നെ 100 ദിവസത്തിൻ്റെ മുകളിലുള്ള ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടർബോ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. വിയറ്റ്നാമിൽ നിന്നും ഫൈറ്റേഴ്സ് വരുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ടർബോ. മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഇതുവരെ റിലീസായതിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ വലിയ താരങ്ങളാണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. പാൻ ഇന്ത്യൻ താരങ്ങൾ തെലുങ്കിൽ നിന്നുണ്ട്, അതുപോലെ കന്നഡയിൽ നിന്നുണ്ട്, തമിഴിൽ നിന്നുണ്ട്, മലയാളത്തിൽ നിന്നുണ്ട്, ഹിന്ദിയിൽ നിന്നുണ്ട്. അങ്ങനെ വലിയ താരങ്ങൾ അടങ്ങിയ ഒരു സിനിമ തന്നെയാണ് ടർബോ. മെയ് ആദ്യം തിയേറ്ററിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തീർന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ജൂലൈയിലേക്കോ അല്ലെങ്കിൽ ഓണത്തിനോ റിലീസായാൽ അത്ഭുതപ്പെടാനില്ല. മിഥുൻ ഇമ്മാനുവൽ തോമസിൻ്റേതാണ് തിരക്കഥ. അതുകൊണ്ട് തന്നെ ഇതൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയല്ല. ഇതൊരു മാസ് മസാല എൻ്റർടൈനർ ചേരുവകൾ ചേർത്ത ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ചിത്രം തന്നെയായിരിക്കും. വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള സിനിമകളോട് നീതി പുലർത്തുന്ന രീതിയിലാണ് വൈശാഖ് ഈ ഒരു ചിത്രം ഒരുക്കുന്നത്. ആരൊക്കെ ടർബോക്ക് വേണ്ടി കാത്തിരിക്കുന്നു? ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രണ്ട്സ്.